എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ബാർബിക്യൂ ചിക്കൻ ആണ്. ഒരു ചെറിയൊരു വ്ളോഗായിട്ട് ചെയ്യുന്നതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, തൈര്, കസൂരി മേത്തി, ചിക്കൻ തന്തൂരി മസാല, ഉപ്പ്, മല്ലിയില, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ചിക്കൻ ക്ലീൻ ചെയ്ത് ചിക്കൻ എടുത്ത് ഇതുപോലെ ഇങ്ങനെ വരയിട്ട് കൊടുക്കുക കത്തി കൊണ്ട്. ഇതിപ്പോൾ ഇവിടെ നമ്മൾ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഒരുപാട് ചിക്കൻ എടുത്തിട്ടുണ്ട്. 3 ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അത്ര മുളക് പൊടി, ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, തൈര് ഒരു 3 ടേബിൾ സ്പൂണ്, പിന്നെ ചിക്കൻ തന്തൂരി മസാല 1 ടേബിൾ സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. അതിൽ കുറച്ച് വെള്ളം ചേർത്ത് അത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ചിക്കനിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി, മല്ലിയില നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റ്, മുളകിൻ്റെ ആ പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. മുളകൊക്കെ ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മളത് ഗ്രില്ല് ചെയ്യാൻ പോകുമ്പോൾ അതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അടുപ്പൊക്കെ റെഡിയാക്കുന്നുണ്ട്. ബാർബിക്യൂവിൻ്റെ അടുപ്പൊക്കെ അനിയത്തിൻ്റെ ഭർത്താവും മക്കളെല്ലാം കൂടിയിട്ട് റെഡിയാക്കിയാണ്. നമ്മൾ അഞ്ചത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ബാർബിക്യൂ ഉണ്ടാക്കിയത്. അനിയത്തിൻ്റെ ഭർത്താവ്, അനിയത്തിൻ്റെ മോന്. അത് തീ പിടിപ്പിച്ച് കിട്ടൽ കുറച്ചൊരു പണിയാണ്. നന്നായിട്ട് ഇപ്പോൾ കത്തുന്നുണ്ട്. നമ്മൾ മുളകൊക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് തന്തൂരി മസാലയും മുളക് പൊടി, പിന്നെ മസാലയൊക്കെ ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഗ്രില്ലിലേക്ക് ചിക്കൻ എടുത്ത് വയ്ക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കുഞ്ഞ് യൂട്യൂബർ കൂടിയുണ്ട്, ഹാനി. ഓനും വീഡിയോ എടുക്കുന്നുണ്ട്. ബാർബിക്യൂ നൈറ്റ് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ വേണമെങ്കിൽ തലേന്ന് തന്നെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചിക്കനിൽ പിടിക്കും. ഇതിപ്പോൾ 2 സൈഡ് ആയി വന്നു കഴിഞ്ഞാൽ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. മയോണൈസും കുബൂസ് എല്ലാം കൂട്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് കഴിച്ചു. മക്കളൊക്കെ നന്നായിട്ട്
നന്നായിട്ട് കഴിച്ചു. തനാസിനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തനാസ്, ഹാനി, ഹെമി 3 മക്കൾ. സിയാൻ, സിദാൻ. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.